നമസ്കാരം. നമ്മളിന്ന് ഫിസിക്സിലെ 10ാം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ളത്, നമുക്ക് ബോർഡിൽ കാണാൻ കഴിയും, പ്രതിരോധകങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്ററുകളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് റെസിസ്റ്ററുകളെ കുറിച്ച് അല്ലെങ്കിൽ പ്രതിരോധകങ്ങളെ കുറിച്ച്. അതിന്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്, എല്ലാവർക്കും പരിചയം കാണുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്ററുകളെ അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നമ്മൾ രണ്ട് രീതിയിൽ ക്രമീകരിക്കാൻ പോവുകയാണ്. എത്ര രീതിയിലാണ്? രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ രീതിയുടെ പേരാണ് ശ്രേണി രീതി, രണ്ടാമത്തെ രീതിയുടെ പേരാണ് സമാന്തര രീതി, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് സീരീസ് കണക്ഷൻ, ഇതിനെ വിളിക്കുന്ന പേര് പാരലൽ കണക്ഷൻ. നമുക്ക് ഈ രണ്ട് രീതികളുടെയും അല്ലെങ്കിൽ രണ്ട് മെത്തേഡുകളുടെയും എന്താണ് പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ ചില പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് ഇരിക്കണം. ഇത് റേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഇതിനകത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ ആണ്. അപ്പോൾ ഈ ശ്രേണി രീതിയിൽ അല്ലെങ്കിൽ സീരീസ് കണക്ഷനിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നതാണ്, ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ടാണ് നമ്മൾ അതിനെ അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധകങ്ങളെ അല്ലെങ്കിൽ റെസിസ്റ്ററുകളെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പറയും. ആദ്യത്തെ പേര് R1, രണ്ടാമത്തെ പേര് എന്താണ്, R2. അപ്പൊ ഈ രീതിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പെക്യുലിയാരിറ്റീസ് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഈ R1 ലഭിക്കുന്നത്, ഇതിനെ നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഒരു ബാറ്ററിയും സ്വിച്ചൂടെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ R1 ലഭിക്കുന്ന അതേ കറണ്ട് തന്നെയായിരിക്കും ആരിലൂടെയും പോകുന്നത്, R2 പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, R1 2 ആംപിയർ കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ R2 എടുക്കുന്ന കറണ്ട് എത്രയായിരിക്കും? 2 ആംപിയർ തന്നെ ആയിരിക്കും. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന എന്ത് വ്യത്യാസവുമായിരിക്കും? വോൾട്ടേജ് ഡിഫറൻറ്റും ആയിരിക്കും. വോൾട്ടേജ് ഡിഫറൻറ്റും ആയിരിക്കും. അപ്പോൾ സീരീസ് കണക്ഷന്റെ പ്രത്യേകതയാണ്, ഓരോ റെസിസ്റ്ററിനും ലഭിക്കുന്ന എന്ത് തുല്യം? കറണ്ട് തുല്യം അല്ലെങ്കിൽ കറണ്ട് ഈക്വൽ ആയിട്ട് ലഭിക്കുന്നു. പിന്നെ ഡിഫറൻറ്റ് വോൾട്ടേജ് ആയിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്തമായ വോൾട്ടേജ് ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നു. പിന്നീട് ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിൽ മൊത്തത്തിൽ ഒരു റെസിസ്റ്റൻസ് കാണും. ആ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ പ്രതിരോധത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതിൽ വിളിക്കുന്ന നമ്മൾ സഫല പ്രതിരോധം. അത് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നമ്മൾ ഇൻഡിക്കേറ്റർ ലെറ്റർ ക്യാപിറ്റൽ A R1 + R2. രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്? R1 + R2 എന്ന് കൊടുത്തത്. അപ്പൊ മൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേര് എഴുതിയേ? R1 + R2 + R3 വരെ എഴുതിയത്. മനസ്സിലായല്ലോ? അപ്പൊ പ്രതിരോധങ്ങളുടെ എണ്ണം കണക്കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിന്റെ റെസിസ്റ്റൻസിന്റെ മൂല്യം അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ മൂല്യം 2 Ω, ഇതിന്റെ 2 Ω ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? R1 + R2 അല്ലേ? അപ്പോൾ ആദ്യത്തെ വാല്യൂ 2 പ്ലസ് R2 വാല്യൂ എത്രയാണ്? 2. 2 + 2 = 4 Ω. അപ്പൊ അതായിരിക്കും ആ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ സർക്യൂട്ടിൽ എന്താണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോ റെസിസ്റ്ററിനെയും, ഇതൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ റെസിസ്റ്ററിനെയും നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഏത് രീതിയിൽ? സീരീസ് കണക്ഷൻ. ഏത് രീതിയിലാണ്? സീരീസ് കണക്ഷൻ. എന്നാൽ നേരെ പാരലൽ കണക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പെക്യുലാരിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ R1 ലഭിക്കുന്ന അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ആർക്ക് ലഭിക്കുക? R2 ലഭിക്കുക. അതായത് ഇവിടെ കറണ്ട് ആണ് സെയിം എങ്കിൽ ഇവിടെ എന്താണ് സെയിം? വോൾട്ടേജ് ആണ് സെയിം. പക്ഷേ കറണ്ട് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. R1 ലഭിക്കുന്ന കറണ്ട് ആയിരിക്കുകയില്ല ആർക്ക് ലഭിക്കുന്നത്? R2 ലഭിക്കുന്നത്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: 1/R = 1/R1 + 1/R2. 1/R = 1/R1 + 1/R2. അപ്പോൾ അവിടുന്ന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? R = R1 R2 / R1 + R2. ഇതിനെ ക്രോസ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ ഡൗട്ട് തോന്നരുത്. ഇതിനെ നമ്മൾ ക്രോസ് ചെയ്ത്, നമുക്ക് R അല്ലേ കാണേണ്ടത്, നമുക്ക് R കാണണമെങ്കിൽ R ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? R R1 R2 / R1 + R2. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ 2 Ω, ഇതിൻ്റെതും 2 Ω. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? R1 പകരം 2 × R2 പകരം 2 / R1 + R2. 2 പ്ലസ് എന്തായിരിക്കും? 2. ദാറ്റ് മീൻസ് 2 × 2 4. 2 + 2 4 = 1 Ω ആയിരിക്കും. Ω ആയിരിക്കും 1 Ω. Ω ആയിരിക്കും 1 Ω. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓരോ റെസിസ്റ്ററിനെയും അല്ലെങ്കിൽ ഓരോ പ്രതിരോധത്തെയും നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി നമുക്ക് എടുക്കേണ്ടത്, ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താണ് താപഫലം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശഫലം അല്ലെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റ് ആണ്. പ്രകാശഫലം അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്? ലൈറ്റിംഗ് എഫക്റ്റ്.
അപ്പൊ ആ ലൈറ്റിംഗ് എഫക്റ്റിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ലാമ്പുകളെ കുറിച്ചാണ്. ലാമ്പുകളിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ലാമ്പാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇതേ ലാമ്പിന്റെ പേര് ഇൻകാൻഡസെന്റ് ലാമ്പ്, അല്ലെങ്കിൽ മറ്റൊരു പേരോട് വിളിക്കുന്നതിനെ ഫിലമെന്റ് ലാമ്പ്. എന്തൊരു ലാമ്പാണ്? ഫിലമെന്റ് ലാമ്പ്. ഫിലമെന്റ് ലാമ്പ്. എന്തുകൊണ്ടാണ് ഈ ലാമ്പിനെ ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം താപം കൊണ്ട് ജ്വലിക്കുക എന്നാണ്. ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്ന് പറയും. ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. അങ്ങനെ ആ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വേർഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻകാൻഡസെന്റ്. അപ്പൊ ഇൻകാൻഡസെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് അല്ലെങ്കിൽ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്ലോയിങ് വിത്ത് ഹീറ്റ് അല്ലെങ്കിൽ താപം കൊണ്ട് ജ്വലിക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഈ ലാമ്പിനെ എന്ത് പേര് വിളിക്കുന്നത്? നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പ് എന്ന പേര് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ലാമ്പിനെ ഫിലമെന്റ് ലാമ്പ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലാമ്പിന്റെ ഏറ്റവും പ്രധാന ഭാഗം അതിനകത്തിരിക്കുന്ന ഒരു ഫിലമെന്റ് ആണ്. ആ ഫിലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫിലമെന്റ് ലാമ്പ്. ലാമ്പ് ഫിലമെന്റ് ലാമ്പ്. രണ്ടിന്റെ കാരണം പിടിച്ചു നോക്കുക. ആ പറയുന്ന ലാമ്പിനെ, അതായത് നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബില്ലേ, ബൾബ് എന്ന് പറയുന്നില്ല പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന, ഇപ്പൊ ഇതിന്റെ ഉപയോഗം കുറവാണ്. അപ്പോൾ ആ ലാമ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ്. അപ്പൊ ഇൻകാൻഡസെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്, വാക്കിന്റെ അർത്ഥം താപം കൊണ്ട് ജ്വലിക്കുക അല്ലെങ്കിൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. എന്നാൽ ഈ ലാമ്പിന്റെ അല്ലെങ്കിൽ ഈ ബൾബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ഫിലമെന്റ് ആണ്. ആ ഫിലമെന്റ് ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ് ലാമ്പ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് LED കുറിച്ച്. നമുക്ക് ആദ്യം തന്നെ ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പം ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്ട് ആ ബൾബിനുള്ളിൽ ഇരിക്കുന്ന ആരാണെന്ന് പറഞ്ഞു? ഒരു ഫിലമെന്റ് ആണെന്ന് പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞത്? ഒരു ഫിലമെന്റ് ആണ്. ഈ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്നറിയപ്പെടുന്നത് ടങ്സ്റ്റൺ ആണ്. അതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ. അപ്പോൾ ആ ബൾബിന്റെ ഫിലമെന്റ് ആയിട്ടുള്ള പദാർത്ഥം അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഏത് പദാർത്ഥം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ആണ്. ഇതാണ് ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ ടങ്സ്റ്റൺ ഫിലമെന്റിന് ഒന്ന് രണ്ട് പ്രത്യേകതകൾ അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന്റെ പെക്യുലാരിറ്റീസ് നമുക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രത്യേകത, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിനകത്ത് ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പെക്യുലാരിറ്റിനകത്ത് നമ്മൾ ഒന്നാമത്തെ പറയാൻ പോവുകയാണ് ഹൈ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി. അതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഉയർന്ന ദ്രവണാങ്കം. മൂന്നാമത്തെ പ്രത്യേകത നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റും. വളരെ നേർത്ത ഒരു കമ്പിയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റുക ലാമ്പിനകത്തിരിക്കുന്നത് പറയുന്നത് വളരെ നേർത്ത ഒരു കമ്പിയാണ്. ആ ഒരു പ്രത്യേകത നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ എന്താണ്? ഉയർന്ന ഡക്റ്റിലിറ്റി. അപ്പൊ എത്ര പ്രത്യേകതകളായി? 3 പ്രത്യേകതകളായി. ഒന്നാമത്തെ പറയുന്നത് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ എന്താണ്? ഉയർന്ന ദ്രവണാങ്കം അല്ലേ? മൂന്നാമത് പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? സാധിക്കണം. ഇനി ഇതെന്ന് പറയുന്നത് ചുട്ടുപഴുത്തല്ലിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ചുട്ടുപഴുത്ത ധവളപ്രകാശമാണ് പുറപ്പെടുവിക്കുന്നത്. എന്താണ് ധവളപ്രകാശം എന്ന് പറയുന്നത്? വെളുത്ത പ്രകാശം. അങ്ങനെ പുറപ്പെടുവിക്കാനുള്ള ഒരു കഴിവ് ആർക്കുമാണ്? ഈ പറയുന്ന ഫിലമെന്റിന് വേണം. എന്ത് കടന്നു പോകുമ്പോൾ? വൈദ്യുതി കടന്നു പോകുമ്പോൾ. ഇതാണ് ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ബൾബുകളെ കുറിച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ബൾബുകൾ, അതായത് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഈ ബൾബുകളിൽ അതിന്റെ ഉൾഭാഗം വായുശൂന്യമാക്കിയാണ് നിർമ്മിച്ചിരുന്നത്. ഇതാണ് വായുശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇവാക്വേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ഇവാക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇവാക്വേറ്റ് ചെയ്യുന്നതിന്റെ കാരണം ഇത്രയേ ഉള്ളായിരുന്നു, ഈ ബൾബിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു? ആയുസ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ പറയുന്ന ബൾബുകൾ. പണ്ട് കാലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബൾബുകൾ നമ്മൾ വായുശൂന്യം, ആ ബൾബിന്റെ ഉൾഭാഗം നമ്മൾ എന്ത് നിർമ്മിച്ചിരുന്നത്? വായുശൂന്യമാക്കി നിർമ്മിച്ചിരുന്നു. കാര്യം ഇതിനകത്തേക്ക് എയർ അല്ലെങ്കിൽ ഓക്സിജൻ പ്രവേശിക്കുകയാണെങ്കിൽ ആ ഫിലമെന്റ് ഓക്സീകരിക്കപ്പെടും, മീൻസ് കത്തിപ്പോകും അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഈ ബൾബുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പിൽക്കാലത്ത് ഈ ബൾബുകളിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ്, അതായത് അലസവാതകങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി. ഇനേർട്ട് ഗ്യാസ് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് എലമെന്റ്സ് ആയ അല്ലെങ്കിൽ മൂലകങ്ങളായ ഏതൊക്കെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അതിനകത്ത് തന്നെ ആർഗൺ പോലെയുള്ള
പിന്നീട് ഈ ഫിലമെന്റ് ലാമ്പുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇനേർട്ട് ഗ്യാസ്, അതായത് അലസവാതകങ്ങളെ നിറയ്ക്കാൻ തുടങ്ങി. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണെന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെയാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ഇവയിൽ തന്നെ ആർഗൺ പോലെയുള്ള വാതകങ്ങൾ, ആരെയാണ്? ആർഗൺ പോലെയുള്ള വാതകങ്ങൾ നമ്മൾ ഇതിനകത്ത് നിറയ്ക്കാൻ തുടങ്ങിയതാണ് ഈ പറയുന്ന ചെറിയ മർദ്ദത്തില്, ചെറിയ പ്രഷറിൽ നമ്മൾ ഈ പറയുന്ന ഇൻകാൻഡസെന്റ് ലാമ്പിനുള്ളിലായിട്ട് നിറയ്ക്കാൻ തുടങ്ങി. അതിന്റെ ഉദ്ദേശവും ഇത്രയും തന്നെയുള്ളൂ. ഈ ബൾബിന്റെ എന്ത് വർദ്ധിപ്പിക്കുക? ആയുസ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിലമെന്റിന്റെ ഇവാപ്പറേഷൻ റേറ്റ് കുറയ്ക്കും. ദാറ്റ് മീൻസ് ബാഷ്പീകരണ നിരക്ക് എന്ത് ചെയ്യും? ഇത് കുറയ്ക്കും. ബാഷ്പീകരണ നിരക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? പൊട്ടി പോകത്തില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്ര ഉരുകി എന്ത് ചെയ്യത്തില്ല? പെട്ടെന്ന് ഉരുകി പൊട്ടി പോകത്തില്ല. അപ്പൊ അങ്ങനെ കുറച്ചുകൊണ്ട് ഇവാപ്പറേഷൻ റേറ്റ് ഡിക്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ബൾബിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ അതിനകത്ത് എന്ത് നിറയ്ക്കാൻ തുടങ്ങിയത്? ചെറിയ പ്രഷറിൽ, ചെറിയ മർദ്ദത്തിൽ ആരെ നിറയ്ക്കാൻ തുടങ്ങിയത്? അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസിനകത്ത് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഫിൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൾബുകൾ നമ്മൾ നിറയ്ക്കുന്നത് നൈട്രജൻ പോലെയുള്ള വാതകമാണ്. കാര്യം നൈട്രജൻ ആരെ പോലെ പ്രവർത്തിക്കും? ഈ പറയുന്ന ഇനേർട്ട് ഗ്യാസുകളെ പോലെ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. അതാണ് കാര്യം. ഓക്കെ. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ലാമ്പിന്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്യൂബ് അറിയത്തില്ല, ആ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂറസെന്റ് ലാമ്പ്. പിന്നെ അതിന്റെ ചെറിയൊരു രൂപമുണ്ട് CFL അല്ലേ, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലേ. പിന്നീട് നമുക്കറിയാം ആർക്ക് ലാമ്പ്. ആർക്ക് ലാമ്പ് എല്ലാവർക്കും പരിചയം കാണത്തില്ല. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ സിനിമാ പ്രൊജക്ടിനകത്ത് ഉപയോഗിച്ചിരുന്ന ഏതാണ്? ഈ ആർക്ക് ലാമ്പാണ്. അപ്പോൾ ടെക്സ്റ്റിനകത്ത് അതിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ആർക്ക് ലാമ്പുകൾ ഇതെല്ലാം ഏത് തരം ലാമ്പുകളാണ്? ഡിസ്ചാർജ് ലാമ്പുകൾക്ക് ഉദാഹരണമാണ്. ഏത് ലാമ്പുകൾക്ക് ഉദാഹരണമാണ്? ഡിസ്ചാർജ് ലാമ്പുകൾക്ക് എക്സാമ്പിളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പിന്റെ പൊതുവായിട്ടൊരു ഘടന പറയുകയാണെങ്കിൽ, പൊതുവായിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ഒരു കോമൺ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് ട്യൂബ് ആണ്. രണ്ടറ്റത്തും 2 ഇലക്ട്രോഡ് ഇരിപ്പുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്യാസ് കാണും. എന്താ പറഞ്ഞത്? രണ്ടറ്റത്തും 2 ഇലക്ട്രോഡ് കാണും. അതിനുള്ളിൽ എന്ത് കാണുമെന്നാണ് പറഞ്ഞത്? ഗ്യാസ് കാണും. ഈ ഇലക്ട്രോഡുകൾക്കിടയിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രോഡുകൾക്കിടയിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലെ ഗ്യാസ്, ആ ഗ്യാസ് അയോണൈസ് ചെയ്യും. മീൻസ് അയോണീകരിക്കപ്പെടും. മീൻസ് ചാർജ് ഉള്ള കണങ്ങളായിട്ട് മാറും. അങ്ങനെ ആ അയോണീകരിക്കപ്പെട്ട കണങ്ങൾ, അതായത് അയോണൈസ് ചെയ്ത പാർട്ടിക്കിൾസും അയോണൈസ് ചെയ്യാത്ത പാർട്ടിക്കിൾസും, അയോണീകരിക്കപ്പെടാത്ത കണങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നു? കൂട്ടിയിടിക്കുന്നു. ആ കൂട്ടിയുടെ ഫലമായിട്ട് ആ അയോണീകരിക്കപ്പെടാത്ത കണങ്ങളിലെ, അയോണൈസ് ചെയ്യാത്ത കണങ്ങളിലെ ആറ്റങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? എനർജി ലഭിക്കുന്നു. ആ എനർജി എന്ന് പറയുന്നത് പുറന്തള്ളുന്നു. ആ കിട്ടുന്ന ഊർജ്ജം എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയാണ് ആറ്റങ്ങൾക്ക് എന്ത് ലഭിക്കുന്നത്? ആ എനർജി എന്ത് ചെയ്യുന്നത്? അവരെല്ലാം ഊർജ്ജം എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. ആറ്റങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം അല്ലെങ്കിൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എന്ത് നഷ്ടപ്പെടും? സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ആ സ്റ്റെബിലിറ്റി കൈവരിക്കണമെങ്കിൽ ആ കിട്ടിയ ഊർജ്ജത്തെ, ഈ കൂട്ടിയുടെ ഫലമായിട്ട് ആ കിട്ടിയ ഊർജ്ജത്തെ ഇവർക്ക് എന്ത് ചെയ്യണം? കളയണം. ആ കളയേണ്ട ഊർജ്ജമാണ്, അല്ലെങ്കിൽ ആ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയാണ് പുറത്തേക്ക് എന്തായിട്ട് വരുന്നത്? ലൈറ്റ് ആയിട്ട് വരുന്നത്. എന്തായിട്ട് വരുന്നത്? ലൈറ്റ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഒന്നുകൂടെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്ലാസ് ട്യൂബ്, അതിന്റെ രണ്ടറ്റത്തും എന്താണ്? 2 ഇലക്ട്രോഡുകൾ. ഇലക്ട്രോഡുകൾക്കിടയിൽ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ആ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യപ്പെടുന്ന സമയത്ത് അതിനുള്ളിലെ ഗ്യാസ് എന്ത് ചെയ്യുന്നു? അയണൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയോണീകരിക്കപ്പെടുന്നു. അയോണീകരിക്കപ്പെട്ട കണങ്ങൾ അയോണീകരിക്കപ്പെടാത്ത കണങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂട്ടിയിടിക്കുന്നു. ആ കൂട്ടിയിടിയുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ കൊളിഷന്റെ ഫലമായിട്ട് അയോണീകരിക്കപ്പെടാത്ത കണങ്ങളിലെ, അയോണൈസ് ചെയ്യാത്ത കണങ്ങളിലെ ആറ്റങ്ങൾക്ക് കൂടുതൽ എനർജി ലഭിക്കുന്നു. അപ്പോൾ ആ ആറ്റങ്ങളുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടുന്നു? സ്ഥിരത നഷ്ടപ്പെടുന്നു. ആ സ്ഥിരത കിട്ടണമെങ്കിൽ ആ അധികം കിട്ടിയ ഊർജ്ജത്തെ ഇവരെന്ത് ചെയ്യണം? ലിബറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ്? പുറന്തള്ളണം. അതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പുറന്തള്ളുന്ന ഊർജ്ജമാണ് എന്തായിട്ട് വരുന്നത്? നമുക്ക് പുറത്തേക്ക് ലൈറ്റ് ആയിട്ട് വരുന്നു. അതിന്റെ വിവിധ രൂപങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് LED കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? LED. അപ്പൊ LED എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണെന്ന് പറയുന്നത് LED എന്ന് പറയുന്നത്. LED-യുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഫിലമെന്റ് പോലെയുള്ള ഭാഗങ്ങളൊന്നും തന്നെയില്ല. പിന്നീട് മെർക്കുറി പോലെയുള്ള ഭാഗങ്ങളൊന്നും ഇതിനകത്തില്ല. ഈ പറയുന്ന LED-ക്കകത്തില്ല. അതുകൊണ്ട് പ്രകൃതിക്ക് കേട് വരുത്തുന്നില്ല. അതാണ് ആരുടെ പ്രത്യേകത? നമ്മുടെ LED-യുടെ പെക്യുലാരിറ്റി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീട് LED-ക്ക് വളരെ കുറഞ്ഞ പവർ മതിയാകും പ്രവർത്തിക്കാൻ. ഓക്കെ. ഇതൊക്കെ LED-യുടെ എന്താണ്? വളരെ അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട എന്താണ്? മേന്മകൾ ആണ്. ഓക്കെ.
നമ്മൾ ഡിസ്ചാർജ് ലാമ്പിന്റെ ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മേന്മയുള്ള സാധനമാണ് ഡിസ്ചാർജ് ലാമ്പ്. പക്ഷേ ഈ ഡിസ്ചാർജ് ലാമ്പ് നമുക്കറിയാം, വീട്ടിൽ ഉപയോഗിക്കുന്ന ട്യൂബ് നമുക്കറിയത്തില്ല, ഒരു തരം ഡിസ്ചാർജ് ലാമ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഡിസ്ചാർജ് ലാമ്പിനകത്ത് നമ്മൾ അതിന്റെ ഉൾവശത്ത് ഒരു പൊടി പോലെ ഒരു സാധനം, ഇതൊക്കെ പൊട്ടിക്കിടന്ന് നമുക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റും, ഒരു പൊടി നമ്മുടെ കൈപ്പറ്റുന്ന അറിയല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂറസെന്റ് പദാർത്ഥം. പിന്നീട് അതിനകത്ത് മെർക്കുറി നമ്മൾ നിറച്ചിരിക്കും, ഇല്ലേ, വെള്ളപ്രകാശം പുറപ്പെടുവിക്കാൻ വേണ്ടി അതിനകത്ത് നമ്മൾ നിറച്ചിരിക്കും, മെർക്കുറി നിറച്ചിരിക്കും. അപ്പോൾ ഈ മെർക്കുറിയും അതിനകത്ത് ആ ട്യൂബിന്റെ ഉൾവശത്ത് പൂശിയിരിക്കുന്ന ഫ്ലൂറസെന്റ് പദാർത്ഥവും ഒക്കെ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് എന്ത് വരുത്തും, കേടുവരുത്തും, അല്ലെങ്കിൽ സസ്യജന്തു ജാലങ്ങൾക്ക് എന്ത് ചെയ്യും, കേടുവരുത്തും. കൂടാതെ അത് പരിസ്ഥിതി മലിനീകരണം അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റൽ പൊല്യൂഷനും എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ആരുടെ ഒരു പോരായ്മയാണ്, നമ്മുടെ ഡിസ്ചാർജ് ലാമ്പായി പറയുന്ന ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ഒക്കെ ഒരു പോരായ്മയാണ്. പക്ഷേ ആ പോരായ്മകളൊന്നും ആർക്കും ഇല്ല, LED-ക്ക് ഇല്ല. LED-യിൽ ഈ പറയുന്ന മെർക്കുറി പോലെയുള്ള സാധനങ്ങളില്ല, പിന്നീട് ഫ്ലൂറസെന്റ് പദാർത്ഥങ്ങളില്ല. അതുകൊണ്ട് LED-ക്ക് എന്താണ്, മേന്മകളെ ഉള്ളൂ. പിന്നെ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ലാമ്പുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇതിനകത്തൊന്ന് തൊട്ടു നോക്കി അല്ലെങ്കിൽ ഇതിന്റെ അടുത്തൂടെ നമ്മളൊന്ന് കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കൂടുതൽ ഹീറ്റ് ഇതിനകത്തുനിന്ന് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയോട് അല്ലെങ്കിൽ കൊടുക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും അല്ലെങ്കിൽ മാക്സിമം ഇലക്ട്രിക്കൽ എനർജി അത് എന്തായിട്ട് ലോസ് ചെയ്യപ്പെടുന്നു, ഹീറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ താപരൂപത്തിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, നഷ്ടപ്പെടുന്നു, അല്ലേ. പക്ഷേ LED അങ്ങനെയല്ല. LED എന്ന് പറയുന്നത് കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയെ മാക്സിമം അല്ലെങ്കിൽ പരമാവധി അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ലൈറ്റായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രകാശമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നു. പിന്നെ ഇയാളുടെ വൈദ്യുത ചെലവ് വളരെ കൂടുതലായിരിക്കും. ഇയാളുടെ 60 വാട്ട് ബൾബ്, 60 വാട്ടിന്റെ പവർ നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചതാണ്. 60 വാട്ടിന്റെ ഒരു ബൾബ് തരുന്ന പ്രകാശത്തേക്കാൾ കൂടുതൽ കാണും വളരെ ചെറിയ ഒരു LED അല്ലെങ്കിൽ ഇതാണ് വളരെ കുറഞ്ഞ പവറുള്ള എന്താണ് ഒരു LED തരുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പവറുള്ള എന്താണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് തരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ ലാമ്പിന് ഇൻകാൻഡസെന്റ് ലാമ്പിന് വളരെ എന്താണ് ആയുസ് കുറവാണ്, അല്ലെങ്കിൽ എന്താണ് ആ ആയുസ് അല്ലെങ്കിൽ എന്താണ് ലൈഫ് സ്പാൻ എങ്ങനെയാണ്, കുറവാണ്. ഇയാൾക്ക് 1000 മണിക്കൂറേ ഉള്ളെങ്കിൽ ലൈഫ് സ്പാൻ കണ്ടേ നമ്മൾ ഈ പറയുന്ന ഡിസ്ചാർജ് ലാമ്പിന് 5000 മണിക്കൂർ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ആയുസിന്റെ 5 മടങ്ങ് കൂടുതൽ ആർക്ക് കാണും, ഡിസ്ചാർജ് ലാമ്പിന് കാണും. ഇത്രയുമാണ് നമ്മളുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലം സൈഡ്, അതായത് ഇതിന്റെ പ്രോബ്ലം സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചർച്ച ചെയ്യാം, അല്ലേ. ഇതിന് വ്യത്യസ്തമായ പ്രോബ്ലം സൈഡ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ.